ദൈവമഹത്വത്തിന് അയോഗ്യരായി പാപത്തിന്റെ അടിമയാക്കി മരണത്തിൽ പതിക്കപ്പെട്ട മനുഷ്യരെ രക്ഷിക്കാനായിട്ട് ഈ ദൈവം തന്നെ ഭൂമിയിൽ അവതരിക്കപ്പെട്ടതാണ് ക്രിസ്തുമസ്. ഇവിടെ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ലോകത്തിലെ എല്ലാ മനുഷ്യരും എന്ത് സംഭവിച്ചു? പാപം വഴി, ആദവും ഔവയും വഴി ചെയ്തു പോയ പാപം വഴി സകല മനുഷ്യരും ജന്മപാപത്തോടുകൂടെയാണ് പിറക്കുന്നത്. അതാണ് ദാവീദ് ഇങ്ങനെ പറഞ്ഞത്, ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്, പാപത്തോടെയാണ് ഞാൻ പിറന്നത് എന്നാണ് ദാവീദ് പറയുന്നത്. അപ്പൊ പാപമില്ലാത്തവരായി ലോകത്തിൽ ഒരു മനുഷ്യൻ പോലും ഇല്ല. എന്നാൽ ലോകത്തിൽ ജന്മപാപമില്ലാത്ത പിറക്കപ്പെട്ട രണ്ട് ആളുകളുണ്ട്, രണ്ട് പേരുണ്ട്. അത് യേശുക്രിസ്തുവും പരിശുദ്ധ കന്യകാമാതാവുമാണ്. ജന്മപാപമില്ലാത്തവരായി രണ്ട് പേര് ഭൂമിയിൽ ആകെയുള്ളൂ. അത് യേശുക്രിസ്തുവും പരിശുദ്ധ കന്യകാമാതാവുമാണ്. എങ്ങനെയാണ് പരിശുദ്ധ കന്യകാമാതാവ് ജന്മപാപമില്ലാത്തവളായത്? അവൾ അമലോത്ഭവയായി, പാപമില്ലാത്തവളായി, ജന്മപാപമില്ലാത്തവളായി അവളെ തെരഞ്ഞെടുക്കാൻ കാരണം ദൈവം പരമപരിശുദ്ധനാണ്. പരമപരിശുദ്ധനായ ദൈവത്തിന് പിറക്കാനായിട്ട് പാപമില്ലാത്ത, ജന്മപാപമില്ലാത്ത, പരമപരിശുദ്ധയായ അമലോത്ഭവനായ പരിശുദ്ധ അമ്മയെ ദൈവം തെരഞ്ഞെടുത്തത് ഉണ്ണിയേശുവിനെ പിറക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നാം ഒരു കാര്യം വളരെ വ്യക്തമായി തിരിച്ചറിയണം. ദൈവവും പാപവും തമ്മിൽ ഒരു ബന്ധവുമില്ല. പാപമുള്ളിടത്ത് ദൈവത്തിന് വസിക്കുക അസാധ്യമാണ്. കാരണം ദൈവം പരമപരിശുദ്ധനാണ്. വെള്ളയിൽ കറുപ്പും എന്നതുപോലെയാണ് പാപവും ദൈവവും തമ്മിൽ. ഒരിക്കലും പാപാവസ്ഥയിൽ ദൈവത്തിന് വസിക്കാൻ സാധിക്കുകയില്ല. അതാണ് ജന്മപാപമില്ലാത്ത പരിശുദ്ധ കന്യകാമാതാവിനെ ദൈവം അതിനായി തെരഞ്ഞെടുത്ത് യേശുക്രിസ്തു അവളിൽ ജന്മം കൊണ്ടത്. അതാണല്ലോ പറഞ്ഞത്, കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും. പരിശുദ്ധ കന്യകാമാതാവിന്റെ വിവാഹ നിശ്ചയം തീരുമാനിച്ചിരി വിവാഹ നിശ്ചയം നടത്തിയിരുന്ന സന്ദർഭത്തിലാണ് ഗബ്രിയേൽ ദൈവദൂതൻ മാലാഖ പ്രത്യക്ഷപ്പെട്ട് മാതാവിനോട് പറഞ്ഞത്, നന്മ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, നീ സ്ത്രീകളിൽ അനുഗ്രഹീത. അങ്ങനെ നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും.